ഇന്ന് ആധ്യാത്മരാമായണത്തിലെ കിഷ്കിന്ധാകാന്ഡത്തിൽ സീതാന്വേഷണവും സ്വയംപ്രഭാ ഗതി തുടങ്ങിയ ഭാഗങ്ങളാണ് പാരായണം ചെയ്യുന്നത്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. അങ്ങനെ തന്നെ പുറപ്പെടുകെങ്കിൽ നാം ഇങ്ങിനി പാർക്കയില്ലെന്നു സുഗ്രീവനും തേരിൽ കരേറി സുമിത്രാത്മജനുമായി ഭേരീമൃദംഗ ശംഖാദിനാദത്തോടും അഞ്ജനാപുത്ര നീലാംഗദാധൈര്യല പഞ്ചസാ വാനരസേനയോടും തഥാ ചാമരശ്വേതാദപത്രവ്യജനവും സാമരസൈന്യാനാഖണ്ഡലനെ പോലെ രാമൻ തിരുവടിയെ ചെന്നു കാൺമതിന്നാമോദമോടു നടന്നു കപിവരർ. ഗഹ്വരദ്വാരി ശിലാതലേ വാഴുന്ന വിഹ്വലമാനസം ചീരാജിനധരം ശ്യാമം ജടാമകുടോജ്വലം മാനവം രാമം വിശാലവിലോലവിലോചനം ശാന്തം മൃദുസ്മിത ചാരുമുഖാംബുജം കാന്താവിരഹ സന്തപ്തം മനോഹരം കാന്തം മൃഗപക്ഷി സഞ്ജയസേവിതം ദാന്തം മുതാ കണ്ടു ദൂരാൽ കപിവരൻ. തേരിൽ നിന്നാശു താഴത്തിറങ്ങിടിനാൻ വീരനായോരു സൗമിത്രിയോടും തഥാ ശ്രീരാമപാദാരവിന്ദാന്തികെ വീണു പൂജിച്ച ഭക്ത്യാ നമസ്കരിച്ചിടിനാൻ. ശ്രീരാമദേവനും വാനരവീരനെ കാരുണ്യമോടുഗാഠം പുണർന്നിടിനാൻ. സൗഖ്യമല്ലി ഭവാനെന്നുര ചെയ്തുടൻ ഐക്യഭാവേന പിടിച്ചിരുത്തിയിടിനാൻ. ആതിഥ്യമായുള്ള പൂജയും ചെയ്തളവാദിത്യപുത്രനും പ്രീതി പൂണ്ടാൻ തുലോം. ഭക്തിപരവശനായ സുഗ്രീവനും ഭക്തപ്രിയനോടുണർത്തിച്ചിതന്നേരം വന്നു നിൽക്കുന്ന കപികുലത്തെ കനിഞ്ഞൊന്നു തൃക്കൺ പാർത്തരുളേണമാതരാൽ. തൃക്കാൽക്കൽ വേല ചെയ്തിടുവാൻ തക്കൊരു മർക്കടവീരരിക്കാണായതൊക്കവേ നാനാകുലാചല സംഭവന്മാരിവർ നാനാ സരിദ്വീപശൈല നിവാസികൾ. പർവ്വതതുല്യ ശരീരികളേവരും ഉർവീപതേ കാമരൂപികളെത്രയും ഗർഭം കലർന്ന നിശാചരന്മാരുടെ ദുർവീര്യമെല്ലാം അടക്കുവാൻ പോന്നവർ. ദേവാംശ സംഭവന്മാരിവരാകയാൽ ദേവാരികളെയൊടുക്കും ഇവരിനി കേജിൽ ഗജബലന്മാരിതിലുണ്ടു താൻ കേജിൽ ദശഗജ ശക്തിയുള്ളോരുണ്ടു. കേജിദമിത പരാക്രമമുള്ളവർ കേജിൻ മൃഗേന്ദ്ര സമന്മാരറിഞ്ഞാലും കേജിൻ മഹേന്ദ്ര നീലോപലരൂപികൾ കേജിൽ കനകസമാന ശരീരികൾ. കേജന രക്താന്തനേത്രം ധരിച്ചവർ കേജന ദീർഘബാലന്മാരധാപരെ ശുദ്ധ സ്ഫടിക സങ്കാശ ശരീരികൾ. യുദ്ധവൈദഗ്ധ്യം ഇവരോളമില്ലാർക്കും നിങ്കഴൽ പങ്കജത്തിങ്കലുറച്ചവർ സംഖ്യയില്ലാതോളമുണ്ടു കപിബലം. മൂലഫലതല പക്വാശനന്മാരായി ശീലഗുണമുള്ള വാനരന്മാരിവർ. താവകാജ്ഞാകാരികളെന്നു നിർണയം ദേവശ രഘുകുല പുങ്കവ. ഋക്ഷകുലാധിപനായുള്ള ജാമ്പവാൻ പുഷ്കര സംഭവ പുത്രനിവനല്ലോ. കോടിഭല്ലൂക വൃന്ദാധിപതി മഹാപ്രൗഢമതി മഹാനുമാനിവനെന്നുടെ മന്ത്രിവരൻ മഹാസത്വപരാക്രമൻ ഗന്ധവാഹാത്മജനീശാശ സംഭവൻ. നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ദീർഘവാലധിപൂണ്ട മൈന്ദൻ വിവിന്ദനും. കേസരി മാരുതീതാതൻ മഹാബലി വീരൻ പ്രമാധി ശരഭൻ സുഷേണനും. ശൂരൻ സുമുഖൻ ദതിമുഖൻ ദുർമുഖൻ ശ്വേതൻ വലിമുഖനും ഗന്ധമാദനൻ. താരൻ വൃഷഭൻ നളൻ വിനതൻ മമ താരാതനയനാമംഗതനിങ്ങനെ ചൊല്ലുള്ള വാനരവംശരാജാക്കന്മാർ ചൊല്ലുവാനാവാതല്ലാതോളമുണ്ടല്ലോ. വേണ്ടുന്നതെന്തിവരോട് അരുൾ ചെയ്യുക വേണമെന്നാൽ ഇവർ സാധിക്കുമൊക്കവേ. സുഗ്രീവവാക്യമിത്തം കേട്ടു രാഘവൻ സുഗ്രീവനെ പിടിച്ചാലിംഗനം ചെയ്തു. സന്തോഷപൂർണാശ്രുനേത്രാംബുജത്തോടും അന്തർഗതമരുൾ ചെയ്തിതു സാദരം. മൽക്കാര്യ ഗൗരവം നിങ്കലും നിർണയം ഉൾക്കാമ്പിലോർത്തു കർത്തവ്യം കുരുഷ നീ. ജാനകി മാർഗണാർത്ഥം നിയോഗിക്ക നീ വാനരവീരരെ നാനാദിശി സഖേ. ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരനയച്ചിതു നാലു ദിക്കിങ്കലും.
100,000 കപിവീരന്മാർ പോകേണം ഓരോ ദിശി പടനായകനോന്മാരോടും. പിന്നെ വിശേഷിച്ചു ദക്ഷിണ ദിക്കിന് അത്യുന്നതന്മാർ പലരും പോയി തിരയണം. അംഗദൻ ജാമ്പവാൻ മൈന്ദൻ വിവിന്ദനും തുങ്കൻ നളനും ശരഭൻ സുഷേണനും വാതാത്മജൻ ശ്രീ ഹനുമാനുമായി ചെന്നു ബാധയൊഴിഞ്ഞുടൻ കണ്ടുവന്നിടണം. അത്ഭുതഗാത്രിയ നീളത്തിരിഞ്ഞിങ്ങു 30 നാളിനകത്തു വന്നിടണം. ഉൽപ്പല പത്രാക്ഷി തന്നെയും കാണാതെ 30 നാൾ കഴിഞ്ഞിങ്ങു വരുന്നവൻ പ്രാണാന്തികം ദണ്ഡമാശു ഭുജിക്കേണം. ഏണാംഗശേഖരൻ തന്നാണ് നിർണയം. 4 കൂട്ടത്തോടും യുദ്ധം നിയോഗിച്ചു കാലമേ പോയാലുമെന്നയച്ചിടിനാൻ. രാഘവൻ തന്നെ തൊഴുതരികെ ചെന്നു ഭാഗവതോത്തമനുമിരുന്നിരുന്നിടിനാൻ. യുദ്ധം കവികൾ പുറപ്പെട്ടു നേരത്തു ഭക്ത്യാ തൊഴുതിതു വായുതനയനും. അപ്പോൾ അവനെ വേറെ വിളിച്ചാതരാൽ അത്ഭുത വിക്രമൻ താനുമരുൾ ചെയ്തു. മാനസേ വിശ്വാസമുണ്ടാവതിന്നു നീ ജാനകി കയ്യിൽ കൊടുത്തിടിതു സഖേ. രാമനാമാങ്കിതമാമങ്കുലീയകം ഭാമിനിക്കുള്ളിൽ വികൽപ്പം കളവാനായി. എന്നുടെ കാര്യത്തിനോർക്കിൽ പ്രമാണം നീ എന്നിയേ മറ്റാരുമില്ലെന്നു നിർണയം. പിന്നെ അടയാള വാക്കുമരുൾ ചെയ്തു മന്നവൻ പോയാലുമെന്നയച്ചിടിനാൻ. ലക്ഷ്മി ഭഗവതിയാകിയ സീതയാം പുഷ്കരപത്രാക്ഷിയെ കൊണ്ടുപോയോരു രക്ഷോവരനായ രാവണൻ വാഴുന്ന ദക്ഷിണ ദിക്കു നോക്കി കവി സഞ്ജയം. ലക്ഷവും വൃത്രാരിപുത്രതനയനും പുഷ്കര സംഭവപുത്രനും നീലനും പുഷ്കര ബാന്ധവ ശിഷ്യനും മറ്റുള്ള മർക്കട സേനാധിപതികളുമായി ദ്രുതം നാനാ നഗര ഗ്രാമദേശങ്ങൾ കാനന രാജ്യപൂരങ്ങളിലും തഥാ തത്രൈവ തിരഞ്ഞതി സത്വരം നീളെ നടക്കും ദശാന്തരെ. ഗന്ധവാഹാത്മജനാദികളൊക്കെ വിന്ധ്യാചലാടവി പൊക്കൂതിരയുമ്പോൾ ഘോരമൃഗങ്ങളെയും കൊന്നു തിന്നതി ക്രൂരനായോരു നിശാചര വീരനെ കണ്ടു വേഗത്തോടടുത്താരിതു ദശകണ്ഠനെന്നോർത്തു കവിപരന്മാരെല്ലാം. നിഷ്ഠൂരമായുള്ള മുഷ്ടിപ്രഹാരേണ ദുഷ്ടനെ പെട്ടെന്നു നഷ്ടമാക്കിയിടിനാൻ. ഭക്തിമുഖനില്ലിവനെന്നു മാനസേ ചിന്തിച്ചു പിന്നെയും വേഗേന പോയവർ. അന്ധകാരാണ്യമാശു പൂക്കിയിടിനാൻ. അന്തരാദാഹവും വർദ്ധിച്ചിതേറ്റവും. ശുഷ്ക കണ്ഠോഷ്ടതാലു പ്രദേശത്തോടും മർക്കട വീരരുണങ്ങി വരണ്ടോരു ജിഹ്വയോടും നടക്കുന്ന നേരത്തൊരു ഗഹ്വരം തത്ര കാണായി വിധിവശാൽ. വല്ലീ തൃണഗണച്ഛന്നമായൊന്നതിലില്ലലില്ലീ ജലമെന്നോർത്തു നിൽക്കുമ്പോൾ ആർദ്രപക്ഷക്രൗഞ്ചഹംസാദി പക്ഷികൾ ഊർധ്വദേശേ പറന്നാരതിൽ നിന്നുടൻ പക്ഷങ്ങളിൽ നിന്നു വീണു ജനഗണം. മർക്കടന്മാരും അതു കണ്ടു കൽപ്പിച്ചാർ. നല്ല ജലം ഇതിലുണ്ടെന്നു നിർണയം, എല്ലാവരും നാം ഇതിലിറങ്ങിയിടുക എന്നു പറഞ്ഞോരു നേരത്തു മാരുതി മുന്നിലിറങ്ങിനാൻ. മറ്റുള്ളവർകളും പിന്നാലെ തന്നിലിറങ്ങി നടക്കുമ്പോൾ കണ്ണു കാണാഞ്ഞതിരുട്ടുകൊണ്ടന്നേരം അന്യോന്യമൊത്തു കയ്യും പിടിച്ചാകുലാൽ ഖിന്നതയോടും നടന്നുപോയി. ചെന്നാരതീവ ദൂരം തത്ര കണ്ടിതു മുന്നിൽ അമ്മാറതി ധന്യദേശസ്ഥലം. സ്വർണമയം മനോമോഹനം കാൺമവർ കണ്ണിനുമേറ്റമാനന്ദകരം പരം. വാവികളുണ്ടു മണിമയവാരിയാൽ ആപൂർണകളായ അതീവ വിശദമായി. പക്വഫലങ്ങളായി നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ടു കൽപദ്രുമതുല്യമായി. പീയൂഷസാമ്യ മധുദ്രോണ സംയൂത പേയ ഭക്ഷ്യാന്ന സഹിതങ്ങളായുള്ള വസ്ത്യങ്ങളുണ്ടു പലതരം തത്രൈവ വസ്ത്രരത്നാദി പരിഭൂഷിതങ്ങളായി. മാനസമോഹനമായ ദിവ്യസ്ഥലം മാനുഷവർജിതം ദേവഗേഹോപമം. തത്ര ഗേഹേ മണികാഞ്ചന വിഷ്ഠരെ ചിത്രാകൃതി പൂണ്ടു കാണാരൊരുത്തിയെ. യോഗം ധരിച്ചു ജടാവൽക്കലം പൂണ്ടു യോഗിനി നിശ്ചല ധ്യാന നിരതയായി. പാവകജ്വാലാസമാഭ കലർന്നതി പാവനയായ മഹാഭാഗയെ കണ്ടു. തൽക്ഷണേ സന്തോഷപൂർണ മനസ്സോടു ഭക്തിയും ഭീതിയും പൂണ്ടു വണങ്ങിനാർ. ശാഖാമൃഗങ്ങളെ കണ്ടു മോദം പൂണ്ടു യോഗിനി താനും അവരോട് ചൊല്ലിനാൾ. നിങ്ങളാരാകുന്നതെന്നു പറയണം, ഇങ്ങു വന്നിടുവാൻ മൂലവും ചൊല്ലണം. എങ്ങനെ മാർഗമറിഞ്ഞവാർ എന്നതും എങ്ങിനി പോകുന്നതെന്നും പറയണം.
എന്നിവ കേട്ടോരു വായുതനയനും നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിനാൻ, വൃത്താന്തമൊക്കവേ കേട്ടാലുമെങ്കിലോ സത്യമൊഴിഞ്ഞു പറയുമാറില്ല ഞാൻ. ഉത്തര കോസലത്തിങ്കലയോധ്യയെന്നുത്തമമായൊരു ഭൂതലേ തത്രൈവ വാണു ദശരഥനാം നൃപൻ. പുത്രരുണ്ടായി ചമഞ്ഞിതു 4 പേർ. നാരായണ സമൻ ജ്യേഷ്ഠനവർകളിൽ ശ്രീരാമനാകുന്നതെന്നും അറിഞ്ഞാലും, താതാജ്ഞയാ വനവാസാർത്ഥ്യർത്ഥമായവൻ ഭ്രാതാവിനോടും ജനകാത്മജയായ സീതയാം പത്നിയോടും വിപിനസ്ഥലെ മോദേന വാഴുന്ന കാലമൊരു ദിനം. ദുഷ്ടനായുള്ള ദശാസ്യ നിശാചരൻ കട്ടുകൊണ്ടാശു പോയിടിനാൻ പത്നിയെ. രാമനും ലക്ഷ്മണനാകുമനുജനും ഭാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ, ആർക്കാത്മജനായ സുഗ്രീവനെ കണ്ടു സഖ്യവും ചെയ്തിതു തമ്മിലന്യോന്യമായി. എന്നതിനഗ്രജനാകിയ ബാലിയെ കൊന്നു സുഗ്രീവനു രാജ്യവും നൽകിനാൻ. ശ്രീരാമനും അതിൻ പ്രത്യുപകാരമായി ആരാഞ്ഞു സീതയെ കണ്ടുവരികെന്നു വാനരനായകനായ സുഗ്രീവനും വാനരന്മാരെ അയച്ചിതെല്ലാടവും. ദക്ഷിണദിക്കിലന്വേഷിപ്പതിനൊരു 1,00,000 കപിവരന്മാരുണ്ടു ഞങ്ങളും. ദാഹം പൊറാഞ്ഞു ജലകാംക്ഷയാ വന്നു മോഹേന ഗഹ്വരം പൊക്കിതറിയാതെ. ദൈവവശാലിവിടെ പോന്നു വന്നിഹ ദേവിയെ കാണായതും ഭാഗ്യമെത്രയും. ആരെന്നതും ഞങ്ങളേതുമറിഞ്ഞീല, നേരെയരുൾ ചെയ്യുക വേണമതും ശുഭേ. യോഗിനി താനുമതു കേട്ടവരോടു വേഗേന മന്ദസ്മിതം പൂണ്ടു ചൊല്ലിനാൾ, പക്വ ഫലമൂലജാലങ്ങളൊക്കവേ ഭക്ഷിച്ചമൃതപാനം ചെയ്തു തൃപ്തരായി. ബുദ്ധി തെളിഞ്ഞു വരുവിനെന്നാൽ മമ വൃത്താന്തമാതിയെ ചൊല്ലിത്തരുവൻ ഞാൻ. എന്നതു കേട്ടവർ മൂലഫലങ്ങളും നന്നായി ഭുജിച്ചു മധുപാനവും ചെയ്തു. ചിത്തം തെളിഞ്ഞു ദേവീ സമീപം പൊക്കു ബദ്ധാഞ്ജലി പൂട്ടു നിന്തോരനന്തരം. ചാരുസ്മിത പൂർവമഞ്ജസാ യോഗിനി മാരുതിയോടു പറഞ്ഞു തുടങ്ങിനാൾ, വിശ്വവിമോഹന രൂപിണിയായ വിശ്വകർമാത്മജാ ഹേമാ മനോഹരി. നൃത്തഭേദം കൊണ്ടു സന്തുഷ്ടനാക്കിനാൾ മുഗ്ധേന്ദുശേഖരൻ തന്നെ അതുമൂലം. ദിവ്യപുരമിതം നൽകിനാൻ ഈശ്വരൻ ദിവ്യ സംവത്സരമാണായുധായുധം. ഉത്സവം പൂണ്ടു വസിച്ചാളിഹ പുരാ തൽസഖീ ഞാനിഹ നാംനാ സ്വയം പ്രഭ. സന്തതം മോക്ഷമപേക്ഷിച്ചിരിപ്പോരു ഗന്ധർവപുത്രി സദാ വിഷ്ണു തൽപര. ബ്രഹ്മലോകം പ്രവേശിച്ചിതു ഹേമയും നിർമ്മലഗാത്രിയും എന്നോടു ചൊല്ലിനാൾ, സന്തതം നീ തപസ്സും ചെയ്തിരിക്കടോ ജന്തുക്കളത്ര വരികയുമില്ലല്ലോ. ത്രേതായുഗേ വിഷ്ണുനാരായണൻ ഭുവി ജാതനായിടും ദശരഥപുത്രനായി. ഭൂഭാരനാശനാർത്ഥം വിപിനസ്ഥലേ ഭൂപതി സഞ്ചരിച്ചിടും ദശാന്തരേ. ശ്രീരാമപത്നിയെ കട്ടുകൊള്ളുമതിനു ക്രൂരനായിടും ദശാനനക്കാലം. ജാനകീദേവിയെ അന്വേഷണത്തിനായി വാനരന്മാർ വരും നിൻ ഗുഹാമന്ദിരേ. സൽക്കരിച്ചിടവരെ പ്രീതി പൂണ്ടു നീ മർക്കടന്മാർക്കുപകാരവും ചെയ്തു പോയി. ശ്രീരാമന് ദേവനെ കണ്ടു വണങ്ങുക, നാരായണ സ്വാമി തന്നെ രഘുത്തമൻ. ഭക്ത്യാപരനെ സ്തുതിച്ചാൽ വരും തവ മുക്തിപദം യോഗീഗമ്യം സനാതനം. ആകയാൽ ഞാനിനി ശ്രീരാമദേവനെ വേഗേന കാൺമതിനായി കൊണ്ടുപോകുന്നു. നിങ്ങളെ നേരെ പെരുവഴി കൂട്ടുവൻ, നിങ്ങളെല്ലാവരും കണ്ണടച്ചിടുവിൻ. ചിത്തം തെളിഞ്ഞവർ കണ്ണടച്ചിടിനാർ, തത്വരം പൂർവസ്ഥിതാടവി പൂക്കിതു. ചിത്രം വിചിത്രം വിചിത്രമെന്നോർത്തവർ പദ്ധതിയൂടെ നടന്നു തുടങ്ങിനാൻ. മർക്കട സഞ്ജയം ദേവിയെ ആരാഞ്ഞു വൃഷ്ണഷണ്ഡേഷു വസിക്കും ദശാന്തരെ. എത്ര ദിവസം കഴിഞ്ഞെന്നും ധരാപുത്രിയെ എങ്ങുമേ കണ്ടുകിട്ടായികയും. ചിന്തിച്ചു ഖേദിച്ചു താരാസുതൻ നിജ ബന്ധുക്കളായുള്ളവരോടു ചൊല്ലിനാൻ, പാതാളം ഉൾക്കൊള്ളുന്നു നടന്നു നാം ഏതുമറിഞ്ഞീല വാസരം പോയതും. മാസമതീതമായി വന്നിതു നിർണയം, ഭൂസുതയെ കണ്ട് അറിഞ്ഞതുമില്ല നാം. രാജനിയോഗമനുഷ്ഠിയാതെ വൃഥാ രാജധാനിക്കു നാം ചെല്ലുകില്ലെന്നുമേ. നിഗ്രഹിച്ചിടുമതിനില്ല സംശയം, സുഗ്രീവശാസനം നിഷ്ഫലമായി വരാ. പിന്നെ വിശേഷിച്ചു ശത്രുതനയനാം എന്നെ വധിക്കുമതിനില്ലോരനന്തരം. എന്നിലവൻ ഒരു സമ്മോദം എന്തുള്ളത്, എന്നെ രക്ഷിച്ചതു രാമൻ തിരുവടി.
രാമകാര്യത്തെയും സാധിയാതെ ചെൽകിൽ മാമക ജീവനം രക്ഷിക്കയില്ലവൻ. മാതാവിനോടും സമാനയാകും നിജഭ്രാതാവു തന്നുടെ ഭാര്യയെ നിസ്ത്രപം പ്രാപിച്ചു വാഴുന്ന വാനരപുങ്കവൻ പാപി ദുരാത്മാവിനെന്തരുതാത്തതും. തൽപാർശ്വദേശേ ഗമിക്കുന്നതില്ല ഞാൻ ഇപ്പോൾ ഇവിടെ മരിക്കുന്നതേയുള്ളൂ. വല്ല പ്രകാരവും നിങ്ങൾ പോയിക്കൊള്ളുന്നു ചൊല്ലിക്കരയുന്ന നേരം കവികളും തുല്യ ദുഃഖേന ബാഷ്പം തുടച്ചൻപോടു ചൊല്ലിനാൻ മിത്രഭാവത്തോടു സത്വരം. ദുഃഖിക്കരുതൊരു ജാതിയും ഇങ്ങനെ രക്ഷിപ്പതിനുണ്ടു ഞങ്ങളറിയ നീ. ഇന്നു നാം പോന്ന ഗുഹയിലകം പൊക്കു നന്നായി സുഖിച്ചു വസിക്കാം വ്യയം ചിരം. സർവസൗഭാഗ്യ സമന്വിതമായൊരു ദിവ്യപുരമതു ദേവലോകോപമം. ആരാലുമില്ലൊരു നാളും ഭയം സഖേ താരേയ പോക നാം വൈകരുതേതുമേ. അംഗദൻ തന്നോടിവണ്ണം കപികുല പുങ്കവന്മാർ പറയുന്നതു കേൾക്കയാൽ ഇംഗിതജ്ഞൻ നയകോപിതൻ വാതജൻ അംഗദനെ തഴുകിപ്പറഞ്ഞിടിനാൻ. എന്തൊരു ദുർവിചാരം യോഗ്യമല്ലിതം അന്ധകാരങ്ങൾ നിനയായി വിനേരുമേ. ശ്രീരാമനേറ്റം പ്രിയം ഭവാൻ എന്നുടെ താരാസുതനെന്നു തന്മാനസേ സദാ. പാരം വളർന്നോരു വാത്സല്യമുണ്ടതു നേരെ ധരിച്ചീല ഞാനൊഴിഞ്ഞാരുമേ. സൗമിത്രിയെക്കാൾ അതിപ്രിയൻ നീ തവ സാമർഥ്യവും തിരുവുള്ളത്തിലുണ്ടടോ. പ്രേമത്തിനേതുമിളക്കമുണ്ടായി വരാ ഹേമത്തിനുണ്ടോ നിറക്കേടകപ്പെടൂ. ആകയാൽ ഭീതി ഭവാനൊരു നാളുമേ രാഘവൻ പക്കൽ നിന്നുണ്ടായി വരാ സഖേ. ശാഖാമൃഗാധിപനായ സുഗ്രീവനും ഭാഗവതോത്തമൻ വൈരമില്ലാരിലും. വ്യാകുലമുള്ളിലുണ്ടാകരുതേതുമേ നാഗാധിപാത്മജനന്ദന കേളിതം. ഞാനും തവഹിതത്തിങ്കൽ പ്രസക്തന ജ്ഞാനികൾ വാക്കു കേട്ടതും ഭ്രമിക്കല. ഹാനിവരായ്വാൻ ഗുഹയിൽ വസിക്കുന്നു വാനരൗഖം പറഞ്ഞിലയോ ചൊല്ലു നീ. രാഘവാസ്ത്രത്തിൻ അഭേദ്യമായൊന്നുമേ ലോകത്രയത്തിങ്കലില്ലെന്നറിക നീ. അല്പമതികൾ പറഞ്ഞു ബോധിപ്പിച്ചു ദുർബോധമുണ്ടായി ചമയരുതേതുമേ. ആപത്തു വന്നടുത്തിടുന്ന കാലത്തു ശോഭിക്കയില്ലടോ സജ്ജന ഭാഷിതം. ദുർജനത്തെക്കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോടു വിപരീതഭാവവും ദേവദ്വിജകുലധർമ്മ വിദ്വേഷവും പൂർവബന്ധുക്കളിൽ വച്ചൊരു വൈരവും വർദ്ധിച്ചു വർദ്ധിച്ചു വംശനാശത്തിനു കർത്തൃത്വം തനിക്കായി വന്നുകൂടുമേ. അത്യന്ത ഗുഹ്യം രഹസ്യമായുള്ളൊരു വൃത്താന്തമമ്പോടു ചൊല്ലുവൻ കേൾക്ക നീ. ശ്രീരാമദേവൻ മനുഷ്യനല്ലോർക്കടോ നാരായണൻ പരമാത്മാ ജഗന്മയൻ. മായാഭഗവതി സാക്ഷാൽ മഹാവിഷ്ണു ജായാ സകല ജഗന്മോഹകാരിണി. സീതയാകുന്നതു ലക്ഷ്മണനും ജഗദാധാരഭൂതനായുള്ള ഫണീശ്വരൻ. ശേഷൻ ജഗൽ സ്വരൂപൻ ഭുവി മാനുഷവേഷമായി വന്നു പിറന്നിതയോധ്യയിൽ. രക്ഷോഗണത്തെയൊടുക്കി ജഗത്രയ രക്ഷ വരുത്തുവാൻ പണ്ടു വിരിഞ്ചനാൽ പ്രാർത്ഥിതനാകയാൽ പാർത്ഥിവപുത്രനായി മാർത്താണ്ഡഗോത്രത്തിലാർത്തപാരായണൻ. ശ്രീകണ്ഠസേവ്യൻ ജനാർദ്ദനൻ മാധവൻ വൈകുണ്ഠവാസി മുകുന്ദൻ ദയാപരൻ. മർത്യനായി വന്നിങ്ങവതരിച്ചിടിനാൻ ഭൃത്യവർഗം നാം പരിചരിച്ചിടുവാൻ. ഭർത്തൃനിയോഗേന വാനരവേഷമായി പൃഥ്വിയിൽ വന്നു പിറന്നിരിക്കുന്നതും പണ്ടു നാമേറ്റം തപസ്സു ചെയ്തീശനെ കണ്ടു വണങ്ങി പ്രസാദിച്ചു മാധവൻ. തന്നുടെ പാരിഷദന്മാരുടെ പദം തന്നതിലിപ്പോഴും പരിചരിച്ചിന്നിയും വൈകുണ്ഠലോകം ഗമിച്ചു വാണിടുവാൻ വൈകേണ്ടതേതുമില്ലെന്നറിഞ്ഞിടു നീ. അംഗദനോടി വണ്ണം പവനാത്മജൻ മംഗലവാക്കുകൾ ചൊല്ലി പലതരം ആശ്വസിപ്പിച്ചുടൻ വിന്ധ്യാചലം പൊക്കു കാശ്യപീപുത്രിയെ നോക്കി നോക്കി ദ്രുതം. ദക്ഷിണവാരിധി തീരം മനോഹരം പൊക്കു മഹേന്ദ്രാചലേന്ദ്രപദം മുതാ. ദുസ്തരമേറ്റം അഗാധം ഭയങ്കരം ദുഷ്പ്രാപ്യമാലോക്യമർക്കട സഞ്ജയം. വൃത്രാരിപുത്രാത്മജാതികളൊക്കെയും ത്രസ്തരായ ത്യാകുലം പൂണ്ടിരുന്നിടൻ. ചിന്തിച്ചു ചിന്തിച്ചു മന്ത്രിച്ചിതന്യോന്യം എന്തിനി ചെയ്വതു സന്തതമോർക്കനാം. ഗഹ്വരം പുക്കു പരിഭ്രമിച്ചതെത്രയും വിഹ്വലന്മാരായി കഴിഞ്ഞിതു മാസവും. തണ്ടാരിൽ മാതിനെ കണ്ടീല നാം ദശകണ്ഠനെയും കണ്ടുകട്ടീല കുത്രത്തിൽ. സുഗ്രീവനും കൃഷ്ണദണ്ഡനത്രയതുലും നിഗ്രഹിച്ചിടും അവൻ നമ്മെ നിർണയം. ക്രുദ്ധനായുള്ള സുഗ്രീവൻ വധിക്കയിൽ നിത്യോപവാസേന മൃത്യു ഭവിപ്പിതു. മുക്തിക്കു നല്ലു നമുക്കു പാർത്തോളമെന്നിദ്ധം നിരൂപിച്ചുറച്ചു കപികുലം.
ദർഭ വിരിച്ചു കിടന്നിതെല്ലാവരും കൽപ്പിച്ചിതിങ്ങനെ നമ്മയെന്നോർത്തവർ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ.